empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആദി മാതാവായ ഹവ്വായെ കുറിച്ചായിരുന്നു. നമ്മൾ കണ്ടു, സർപ്പം വളരെ തന്ത്രപൂർവം ഹവ്വായെ ചതിയിൽപ്പെടുത്തുന്നതായിട്ട്. അവളെ തൻ്റെ ആ ഒരു ചതിയിൽ വശീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുന്നതിലേക്ക്, അതിനെതിരെ നിൽക്കുന്നതിലേക്ക് ഹവ്വായെ സർപ്പം നയിക്കുകയായിരുന്നു. വീണ്ടും നമ്മൾ കണ്ടു എപ്രകാരമാണ് തൻ്റെ മുന്നിലുണ്ടായിരുന്ന കർത്താവ് നൽകിയ വലിയ അനുഗ്രഹങ്ങളെ കാണാതെ തനിക്ക് ലഭിക്കാത്തതിനെ പ്രതി ഹവ്വ അത് നേടിയെടുക്കാൻ തത്രപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. തനിക്കുണ്ടായിരുന്നതിൽ തൃപ്തി അടയാത്ത ഒരു ഹവ്വായെ പരിശുദ്ധ വചനം നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഒത്തിരിയേറെ നന്മകൾ നൽകിയിട്ടുണ്ട്, ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, സാധ്യതകളൊക്കെ നൽകിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ലഭിക്കാത്തതിനെ പ്രതി ഉള്ള ഒരു വ്യഗ്രത, അതിൽ പെട്ടുകിടക്കുന്നവരാണ് നമ്മിലേറെ പേരും. ഈ ഒരു സ്വഭാവത്തിലേക്ക് ഹവ്വായുടെ ജീവിതത്തിലൂടെ കഴിഞ്ഞ ആഴ്ച കർത്താവ് വെളിച്ചം വീശിയത്. 16-ാം സങ്കീർത്തനം 6-ാം തിരുവാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്. ദാവീദ് പറയുകയാണ്, അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. സങ്കീർത്തകൻ ഏറ്റു പറയുകയാണ്, തനിക്ക് വിശിഷ്ടമായ അവകാശം ലഭിച്ചിരിക്കുന്നു. തനിക്ക് ലഭിച്ച ദാനത്തെ, തനിക്ക് ലഭിച്ച അവകാശത്തെ വളരെ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമായി കാണുന്ന ദാവീദ് രാജാവിനെ നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്കും പ്രിയമുള്ളവരെ, കർത്താവ് നൽകിയ നന്മകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാം. കർത്താവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിയിട്ടുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ കർത്താവിനെ നമുക്ക് ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. കർത്താവ് നൽകിയ നന്മകളെ, നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളെ, സാധ്യതകളെ എല്ലാം ഓർത്ത്, വിശിഷ്ടമായ അവകാശത്തെ ഓർത്ത്, കർത്താവ് നൽകിയ വലിയ വാഗ്ദാനങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ അപ്പനെ, നമ്മുടെ രാജാവിനെ, നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കായും ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ. തിരുമുൻപിലാണങ്ങിടുവാൻ അനുവദിച്ചതിനെയോർത്തായിരം നന്ദി. പരിശുദ്ധ ത്രിത്വത്തെ ഞാൻ ആരാധിക്കുവാൻ ഈ ആരാധന ഒരുക്കിയ സ്നേഹമേ നന്ദി. കർത്താവിനിൻ തിരുമുൻപിലാണങ്ങിടുവാൻ അനുവദിച്ചതിനെയോർത്തായിരം നന്ദി. പരിശുദ്ധ ത്രിത്വത്തെ ഞാൻ ആരാധിക്കുവാൻ ഈ ആരാധന ഒരുക്കിയ സ്നേഹമേ നന്ദി. ആരാധന, ആരാധന, എന്റെ അപ്പ ആരാധന, ആരാധന. ഈശോ ആരാധന, ദിവ്യ റൂഹ ആരാധന, അപ്പ ആരാധന, എന്റെ അപ്പ ആരാധന, ഈശോ ആരാധന, ദിവ്യ റൂഹ ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അളവറ്റ സാധ്യതകളെ ഓർത്ത്, അങ്ങ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെ ഓർത്ത്, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവന്റെ സമൃദ്ധിയെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന അനേകം നന്മകളെ ഓർത്ത് ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ഹല്ലേലൂയ. വിശ്വാസത്തിൽ അബ്രഹാമായി വളർത്തണമേ, വിശുദ്ധിയിൽ ജോസഫായി മാറ്റണമേ, തീക്ഷ്ണതയിൽ പൗലോസായി ഉയർത്തണമേ, എളിമയിൽ എന്നെയും നീ വളർത്തണമേ. വിശ്വാസത്തിൽ അബ്രഹാമായി വളർത്തണമേ, വിശുദ്ധിയിൽ ജോസഫായി മാറ്റണമേ, തീക്ഷ്ണതയിൽ പൗലോസായി ഉയർത്തണമേ, എളിമയിൽ എന്നെയും നീ നടത്തണമേ. ആരാധന, എന്റെ അപ്പ ആരാധന, ഈശോ ആരാധന, ദിവ്യ റൂഹ ആരാധന, അപ്പ ആരാധന, എന്റെ അപ്പ
ആബാ പിതാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത്, കരുണയെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് അളവറ്റ സാധ്യതകൾ നൽകുന്ന, വാഗ്ദാനങ്ങൾ നൽകിയ അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ മാതാവേ, കർത്താവ് നൽകുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുടെ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപയിൽ ഞങ്ങൾ വളരുവാൻ, സംതൃപ്തിയുടെ ഒരു ജീവിതത്തിൽ ഞങ്ങൾ മുന്നേറുവാൻ, ആ ഒരു അഭിഷേകം ഞങ്ങളിൽ നിറയുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മേ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ കർത്താവിൻ്റെ സന്തോഷത്തിൽ, സമാധാനത്തിൽ, സംതൃപ്തിയിൽ മുന്നേറുവാൻ ആ ഒരു കൃപ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഹവ്വായുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന പാഠങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹവ്വായുടെ ജീവിതത്തെ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആ ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുകയായിരുന്നു. നമ്മൾ കണ്ടു, സാത്താൻ ഒരുക്കിയ വഞ്ചനയിൽ ഹവ്വ എപ്രകാരമാണ് ചെന്നു വീണതെന്ന്. ആ സംശയത്തിൻ്റെ മുള, ആ ഒരു വിത്ത് അവിടെ മുളച്ചു പൊങ്ങി അത് വലിയ രീതിയിൽ അവളുടെ ജീവിതത്തെ തന്നെ വലിയൊരു വഞ്ചനയിലേക്ക്, ചതിയിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ കർത്താവിനെതിരെ വലിയൊരു പാപം, വലിയൊരു തെറ്റ് അവിടെ ചെയ്യപ്പെടുകയാണ്. കർത്താവ് നേരിട്ട് നൽകിയ ആ ഒരു കൽപ്പനയെ അവിടെ ലംഘിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അവിടം കൊണ്ട് ഹവ്വായുടെ ജീവിതം അവസാനിക്കുകയായിരുന്നില്ല. അവിടെ ഹവ്വ ആ ഒരു ഡിപ്രഷനിലേക്ക് പോയി തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു അവസാനത്തിലേക്ക് പോകുന്നതായിട്ടല്ല പരിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ഹവ്വായുടെ ജീവിതം മറ്റൊരു അധ്യായത്തിലേക്ക്, വേറൊരു ചാപ്റ്റർ അവിടെ ആരംഭിക്കുന്നതായിട്ടാണ് തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത്. അത്രയും വലിയ ഒരു തെറ്റ് അവർക്ക് സംഭവിച്ചു. അവർ ഒത്തിരിയേറെ വിഷമിച്ചു. അവർ ഇരുവരും കർത്താവിൽ നിന്ന് ഓടി ഒളിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ ആ ഒരു ഓടി ഒളിക്കൽ അത് എന്നേക്കുമായിട്ടായിരുന്നില്ല. അതിൽ നിന്ന് അവർ കയറി വരികയാണ്. തിരിച്ച് അവർ തങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 21-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ എന്താ നമ്മൾ കാണുന്നത്? ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, അവിടെ കർത്താവ് ആ തോട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ഓടി ഒളിക്കുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഓടി ഒളിച്ചതെന്ന് കർത്താവ് ചോദിച്ചപ്പോൾ ആദം പറയുന്ന ഒരു മറുപടിയുണ്ട്. ഞങ്ങൾ നഗ്നരാണെന്ന് അവർ ഏറ്റു പറയുകയാണ്. എന്നാൽ ഇവിടെ കർത്താവ് എന്താ ചെയ്തേ? അവരുടെ ആ ഒരു വലിയ പ്രശ്നം, അവർക്ക് തന്നെ തോന്നിയ ആ പ്രശ്നത്തിന് കർത്താവ് തന്നെ, ആ ഒരു തെറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവ് നേരിട്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുകയാണ്. കർത്താവ് തന്നെ ഒരു ഉടയാട ഉണ്ടാക്കി അവരെ ധരിപ്പിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. കർത്താവ് ആ ഒരു തെറ്റിൽ അവരെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും കർത്താവ് അവരെ ശിക്ഷിക്കുന്നുണ്ട്, ശിക്ഷണത്തിലൂടെ കർത്താവ് അവരെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അവിടെ തെറ്റുമൂലം, അവർ ചെയ്ത പാപം മൂലം അവരെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കർത്താവിനെ അല്ല തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത്. വചനം പറയുന്നു, കർത്താവ് തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി അവരെ ധരിപ്പിച്ചു എന്ന്. വീണ്ടും 15-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് സാത്താനോട്, ആ സർപ്പത്തോട് പറയുന്ന വാക്യങ്ങളാണ്. എന്നാൽ ആ ഒരു വാക്യത്തിന് ഇടയിൽ വലിയൊരു പ്രത്യാശയുടെ വചനം കർത്താവ് അവർക്ക് നൽകുന്നുണ്ട്. 3-ാം അധ്യായം 15-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും. അവൻ നിന്റെ തല തകർക്കും,
നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇവിടെ ആദവും ഹവ്വായും തെറ്റ് ചെയ്ത് അവർ കുറ്റവാളികളായിട്ടാണ് നിൽക്കുന്നത്. എല്ലാം കഴിഞ്ഞു എന്നവർ വിചാരിച്ച് നിൽക്കുന്ന ഒരു സമയം, കർത്താവിൻ്റെ മുൻപിൽ വരാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അവർ ഒളിച്ചിരിക്കുന്ന ഒരു സമയം. ആ സമയത്താണ് കർത്താവ് ഈ ഒരു കാര്യം പറയുന്നത്. അവരുടെ സന്തതിയെക്കുറിച്ച്, അവരുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും, അവരുടെ ഭാവി എന്താണെന്ന് കർത്താവ് വ്യക്തമായിട്ട് ആദത്തോടും ഹവ്വായോടും പറഞ്ഞു കൊടുക്കുകയാണ്. അവരുടെ ഭാവിയെക്കുറിച്ച് പ്രത്യാശ നൽകുന്ന ഒരു കർത്താവിനെയാണ് ഇവിടെ തിരുവചനം നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത്. തങ്ങളുടെ മുൻപിൽ എന്താണ്, ഇനി അങ്ങോട്ട് എന്താണ് എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന, ആകെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന, കുറ്റബോധത്തിൽ നിൽക്കുന്ന ആദത്തോടും ഹവ്വായോടും പറയുന്നത് എന്താണ്? അവരിൽ നിന്ന് കടന്നു വരാൻ പോകുന്ന ഒരു സന്തതി, അവൻ സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന വലിയൊരു പ്രത്യാശ കർത്താവ് അവർക്ക് നൽകുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. ഒരു തെറ്റിൽ വീണതിനെ പ്രതി, പാപം ചെയ്തതിനെ പ്രതി കുറ്റബോധത്തിലിരിക്കുന്ന ഓരോരുത്തരോടും കർത്താവ് ഹവ്വായുടെ ജീവിതത്തിലൂടെ ഇവിടെ സംസാരിക്കുകയാണ്. ഹവ്വ ഇവിടെ തകർന്നു പോകുന്നതായിട്ടല്ല തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. വലിയ തെറ്റാണ് അവർ ചെയ്തത് തീർച്ചയായിട്ടും. പക്ഷേ അതിലവർ വീണു പോവുകയല്ല, അവിടെ കിടക്കുകയല്ല, അവിടെ തകർന്നു പോകുന്നതായിട്ടല്ല കാണുന്നത്. ഈ ഒരു വചനം കേട്ട വശം അവർ പുതുജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവർ പുതിയൊരു ജന്മത്തിലേക്ക്, പുതിയൊരു ചാപ്റ്റർ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. മറ്റൊരു കുടുംബ ജീവിതത്തിൻ്റെ വലിയൊരു സൗഭാഗ്യത്തിലേക്ക് അവർ കടന്നു വരികയാണ്. നമുക്കറിയാം, തുടർന്ന് അവർക്ക് മക്കൾ ഉണ്ടാകുന്നുണ്ട്. കായേൻ, ആബേൽ, സേത്ത്. പിന്നീട് തിരുവചനം പറയുന്നുണ്ട് അവർക്ക് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. അവർ അങ്ങനെ കുടുംബമായിട്ട് കർത്താവിൻ്റെ മുൻപിൽ അവർ വളർന്ന് പന്തലിക്കുന്നതായിട്ടാണ് തിരുവചനം പറയുന്നത്. തെറ്റു ചെയ്തതിനെ പ്രതി, പാപം ചെയ്തതിനെ പ്രതി അതിൽ തന്നെ കിടന്ന് വിഷമിച്ച് നരകിച്ച് കുറ്റബോധത്തിൽ മുന്നോട്ട് പോകാൻ കർത്താവ് ഒരിക്കലും, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മോട് ആവശ്യപ്പെടുന്നില്ല. ഇവിടെ ഹവ്വായെ കർത്താവ് അതിൽ നിന്ന് പിടിച്ചു കയറ്റുകയാണ്. വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട്, പ്രത്യാശ നൽകിക്കൊണ്ട് കർത്താവ് ഹവ്വായെ കൃപയുടെ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ഇവിടെ ഏദൻ തോട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, ആദം ഹവ്വായെ ജീവനുള്ളവരുടെ എല്ലാം മാതാവ് എന്ന് വിളിക്കുകയാണ്. വീണ്ടും നമ്മൾ കേട്ടു, മക്കൾ ഉണ്ടാവുകയും അവർ കുടുംബമായിട്ട് അവിടെ സമൃദ്ധിയിൽ വളർന്നു വരുന്ന ഒരു കുടുംബമായി മാറുന്നതായിട്ടാണ് തിരുവചനം പറയുന്നത്. ഇവിടെ ഹവ്വായുടെ ജീവിതത്തിൽ നിന്നും കർത്താവ് എന്താ നമ്മോട് പറയുന്നത്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹവ്വ സർപ്പത്തിൻ്റെ വഞ്ചനയിൽ പെട്ടതാണ്. നമ്മൾ വായിച്ചു കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 3-ാം തിരുവാക്യത്തിൽ അവിടെ അപ്പസ്തോലൻ നമുക്കൊരു ആഹ്വാനം നൽകുന്നുണ്ട്. സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതുപോലെ ഒരു തന്ത്രപൂർവമായ ചതി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ച് കാണാം. എന്നാൽ അതിൽ തന്നെ കിടക്കാതെ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചു, ശരിയാണ്. പക്ഷേ ഹവ്വ അതിൽ നിന്ന് കയറിപ്പോന്നു. നമ്മോടും കർത്താവിൻ്റെ ആത്മാവ് ഇത് തന്നെയാണ് പറയുന്നത്. അവിടെ കിടക്കാതെ നമ്മൾ കയറിപ്പോരണം. കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ പിടിച്ചു കയറി നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഹിതം പൂർത്തീകരിക്കുന്നവരായിട്ട് നാം ഓരോരുത്തരും മാറണമെന്ന തിരുവചനം പറയുന്നത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം അവിടെ 1-ാം അധ്യായത്തിൽ 9-ാം തിരുവാക്യം എന്താ പറയുന്നത്? എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. തെറ്റിൻ്റെ ആ ഒരു വേദനയിൽ കിടക്കുന്ന,
പാപത്തിൻ്റെ കുറ്റബോധത്തിൽ കിടക്കുന്ന ഓരോരുത്തരോടും കർത്താവ് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണിത്. നമ്മൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ചാൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. എല്ലാം നമ്മൾ ചെയ്തു പോയതിനെല്ലാം കർത്താവ് മറന്നു കളയുമെന്നാണ് തിരുവചനം പറയുന്നത്. നമ്മൾ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ ആ മനസ്താപത്തോടെ പശ്ചാത്താപ ഹൃദയത്തോടെ ആയിരിക്കണമെന്ന് മാത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവാക്യത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നാം ഓരോരുത്തരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. കൃപയ്ക്ക് കീഴിലാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും കൃപയ്ക്ക് കീഴിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പാപം ചെയ്തതിൻ്റെ പേരിൽ അതിൽ തന്നെ കിടക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കൃപയാൽ നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടവരാ. കൃപയ്ക്ക് കീഴിലുള്ള നമ്മുടെ മേല് പാപം ഭരണം നടത്തുകയില്ല എന്ന തിരുവചനം പറയുന്നത്. പരിശുദ്ധ ബൈബിളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ആ വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊക്കെ അറിയാം നമ്മുടെ പത്രോസ് സ്ലീഹായെ പറ്റി. കർത്താവിൻ്റെ കൂടെ 3 വർഷക്കാലം രാവും പകലും കൂടെ നടന്ന് കർത്താവിൽ നിന്ന് എല്ലാം മേടിച്ചെടുത്ത പത്രോസ് സ്ലീഹായ്ക്ക് അവസാനം എന്താ സംഭവിച്ചത്? തൻ്റെ ഗുരുവിനെ 3 പ്രാവശ്യം തള്ളി പറയുന്നവനായി പത്രോസ് സ്ലീഹ മാറുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി പ്രിയമുള്ളവർ, അതിനുശേഷം പത്രോസ് സ്ലീഹയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും? എന്നാൽ ഇത് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവ് പത്രോസ് സ്ലീഹായ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിശുദ്ധ ലൂക്കാസ് സ്ലീഹായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 31-ാം തിരുവാക്യത്തിൽ കർത്താവ് എന്താ പത്രോസ് സ്ലീഹായോട് പറയുന്നത്? ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ആ ഒരു കഠിനമായ പരിശോധന പത്രോസ് സ്ലീഹായ്ക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ പത്രോസ് സ്ലീഹ ആ ഒരു പരീക്ഷയിൽ അല്പനേരത്തേക്ക് തോറ്റെങ്കിലും അവിടെ കിടക്കുകയല്ല ഉണ്ടായത്. നമുക്കറിയാം പത്രോസ് സ്ലീഹ 3 പ്രാവശ്യം കർത്താവിൻ്റെ മുൻപിൽ വെച്ച് കർത്താവിനെ തള്ളി പറയുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. 22-ാം അധ്യായത്തിൽ തന്നെ 61-ഉം 62-ഉം തിരുവാക്യങ്ങൾ. കർത്താവ് പത്രോസിന് നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. വലിയ വിഷമത്തിലേക്കാണ് പത്രോസ് സ്ലീഹ പോകുന്നത്. മനം നൊന്ത് കരയുകയാണ്. എന്നാൽ അവിടെ പത്രോസ് സ്ലീഹ കിടക്കുകയല്ല ഉണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പത്രോസ് സ്ലീഹ അതിൽ നിന്ന് കയറി വരുന്നുണ്ട്. തിരികെ കർത്താവിൻ്റെ കൃപയിലേക്ക് കടന്നു വരികയാണ്. പത്രോസ് സ്ലീഹായുടെ ആ ഒരു ജീവിതത്തിലെ അതിനുശേഷം എന്താണ് ഉണ്ടായതെന്ന് നമുക്കൊക്കെ വ്യക്തമായിട്ടറിയാം. പുതിയൊരു അധ്യായത്തിലേക്ക് പത്രോസ് സ്ലീഹ കടന്നു പോവുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ഒരാത്മാവായിട്ട് പത്രോസ് സ്ലീഹ മാറുകയാണ്. തനിക്ക് പറ്റിയ തെറ്റിൽ അവിടെ തന്നെ കിടക്കുകയല്ല ഇവിടെ പത്രോസ് സ്ലീഹ ചെയ്തത്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവിൽ മുന്നേറുന്നവനായിട്ട് പത്രോസ് സ്ലീഹ മാറുകയുണ്ടായത്. പഴയ നിയമത്തിൽ വീണ്ടും നമുക്കൊരു ഉദാഹരണം കാണാൻ സാധിക്കും. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ദാവീദിനെ കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് എന്താ പറയുന്നത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ അവിടെ 13-ാം അധ്യായത്തിൽ 22-ാം തിരുവാക്യത്തിൻ്റെ 2-ാം ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ജെസ്സിയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, ജെസ്സിയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന്. എന്നാൽ ഈ മനുഷ്യനും തെറ്റുപറ്റി. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഊറിയയുടെ ഭാര്യ ബത്ശബയുമായി പാപം ചെയ്യുകയും ആ ഭർത്താവിനെ ഊറിയായി അവിടെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നാഥാൻ പ്രവാചകൻ വന്ന് തെറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ മനം നൊന്ത് കരയുന്ന കർത്താവിൻ്റെ മുൻപിൽ വിലാപത്തിലായിരിക്കുന്ന ദാവീദ് രാജാവിനെ നമ്മൾ കാണുന്നത്. തെറ്റുപറ്റി, ശരിയാണ്. പക്ഷേ കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ദാവീദ് രാജാവ്. നമുക്കറിയാം 51-ാം സങ്കീർത്തനം ദാവീദ് രാജാവ് കർത്താവിൻ്റെ മുൻപിൽ തൻ്റെ ഹൃദയം തുറന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തന ഭാഗമാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 15-ാം അധ്യായം 5-ാം തിരുവാക്യത്തിൽ ദാവീദ് രാജാവിൻ്റെ പിന്നീടുള്ള ജീവിതം എന്തായിരുന്നുവെന്ന് കർത്താവിൻ്റെ ആത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്.
ദാവീദ് ഹിത്യനായ ഊറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് ആയുഷ്കാലത്തൊരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു. ദാവീദ് രാജാവിനെ കുറിച്ച് കർത്താവിൻ്റെ ആത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ ഒരു കാര്യത്തിൽ അവന് തെറ്റുപറ്റി, പക്ഷേ പിന്നീട് ഒരിക്കലും ആയുഷ്കാലത്തിൽ ഒരിക്കലും കർത്താവിനെതിരെ അവൻ പ്രവർത്തിച്ചിട്ടില്ല, അവൻ നിന്നിട്ടില്ല. ആ ഒരു തെറ്റിൽ അവൻ കിടക്കുകയല്ല ചെയ്തത്. കർത്താവിൽ അനുദപിച്ച്, കർത്താവിനോട് തൻ്റെ പാപം ഏറ്റുപറഞ്ഞ്, കർത്താവിൽ നിന്ന് കൃപയെ സ്വീകരിച്ച്, കർത്താവിനെ വേദനിപ്പിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് ദാവീദ് രാജാവ് കടന്നു വരികയാണ്. നമ്മൾ പഠിച്ചതാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെക്കുറിച്ച്. അവൾ പാപം ചെയ്തു, ശരിയാണ്, അവൾ പിടിക്കപ്പെട്ടു. എന്നാൽ കർത്താവ് എന്താ അവളോട് പറഞ്ഞത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം തിരുവാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. മറ്റാരും അവളെ വിധിക്കാൻ തുനിഞ്ഞില്ല. കർത്താവും അവളെ വിധിച്ചില്ല. ഇനിമേൽ പാപം ചെയ്യരുത്. പാപം ചെയ്ത് ആ ഒരു തെറ്റിനെ തിരിച്ചറിയുന്ന ഓരോരുത്തരോടും കർത്താവ് പറയുന്നത് ഇത് തന്നെയാണ്. കർത്താവും അവരെ വിധിക്കത്തില്ല. ഇതല്ലേ നമുക്ക് ഹവ്വായും ദാവീദും ഒക്കെ കാണിച്ചു തന്നത്. നമ്മുടെ പത്രോസ്ലീഹായും ഇത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. അവരെ ഒന്നും കർത്താവ് അവിടെ വിധിക്കുന്നില്ല, അവിടെ ആ ഒരു തെറ്റിൽ കിടക്കാൻ അനുവദിക്കുന്നില്ല. അവർക്ക് കയറിപ്പോരാൻ കർത്താവ് സാധ്യതകൾ നൽകുകയാണ്. അതിൽ പിടിച്ചു കയറി കൃപയിൽ അവർ മുന്നേറുന്ന ജീവിതങ്ങളായിട്ട് മാറുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഭാഗമാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12-ാം അധ്യായം 9-ാം തിരുവാക്യം. നാം ഓരോരുത്തർക്കും വലിയ പ്രത്യാശ നൽകുന്ന ഒരു തിരുവചനമാണ്. എന്താ തിരുവചനം പറയുന്നത്? എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ബലഹീനതകൾ ഉണ്ട്. ആ ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നതെന്ന്. ആ ബലഹീനതയിൽ നിന്ന് നമ്മളെ പിടിച്ചു കയറ്റിക്കൊണ്ടുവരുന്നത് കർത്താവിൻ്റെ കൃപയാണ്. പ്രിയമുള്ളവരെ, ഇതല്ലേ ഹവ്വായുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത്? കർത്താവ് നമ്മെ കാണിച്ചു തന്ന ദാവീദിൻ്റെയും പത്രോസ്ലീഹായുടെയും ഒക്കെ ജീവിതത്തിൽ ബലഹീനതകൾ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് തൻ്റെ കൃപയിൽ അവരെ എല്ലാം പിടിച്ചുകൊണ്ട് വരികയാ, ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയാ. അവർ പുതുജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് മുന്നേറുകയാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ബലഹീനതകൾ ഉണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ബലഹീനരാണ് നമ്മളെല്ലാവരും. എന്നാൽ ആ ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ബലഹീനതകളിൽ കർത്താവ് ഞങ്ങളുടെ കൃപ നിറച്ച് അതിനെ ശക്തിയാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി തീക്ഷ്ണമായ ആഗ്രഹത്തോടെ നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. ഏക മനസ്സോടെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി, ബലഹീനതകളെ ശക്തിയാക്കി മാറ്റുന്ന കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. പറയുന്നു കർത്താവേ, കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപ മാത്രം മതി. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. കൃപ മാത്രം മതി കർത്താവേ. വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുന്നു, എന്ത് തന്നെ വന്നാലും കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ മാത്രം മതി. അങ്ങയുടെ കൃപ
മതി കർത്താവേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപയെ പകരണമേ, കൃപ ചൊരിയണമേ. ഞങ്ങളുടെ ബലഹീനതകളെ കർത്താവേ, അതിൽ അങ്ങയുടെ ശക്തിയെ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയും നിന്നാശ്രയമായി. ഏറ്റു പറയുന്ന യേശോയേ, പാതയിൽ അനുദിനമൊളി നൽകും, കൃപയും നിന്നാശ്രയമായി. കൃപ മാത്രം മതി കർത്താവേ. കൃപയും നിന്നാശ്രയമായി, കൃപയും നിന്നാനന്ദമായി. ഹല്ലേലൂയ. കൃപയും നിന്നാശ്രയമായി, കൃപയും നിന്നാനന്ദമായി. ഹല്ലേലൂയ. വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാടും. കൃപ മാത്രം മതി കർത്താവേ. വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാടും. ഹല്ലേലൂയ. വൈരുകൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാടും. യേശോയേ, ഞങ്ങൾ ഏറ്റു പറയുന്നു കർത്താവേ, അങ്ങയുടെ കൃപ മാത്രം മതി, അങ്ങയുടെ കൃപ മാത്രം മതി ഞങ്ങൾക്ക്. കർത്താവേ, കൃപ പകരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശോയേ നന്ദി, യേശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ കൃപ മാത്രം ഞങ്ങൾക്ക് മതി എന്ന് ഏറ്റു പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശോയേ നന്ദി, യേശോയേ നന്ദി. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹവ്വായുടെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മളെ യാത്ര ചെയ്യിക്കുകയായിരുന്നു. കർത്താവ് നൽകിയ പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. ആവശ്യമായ മാറ്റങ്ങൾ കർത്താവിനോട് ചേർന്നിരുന്ന് ആലോചിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.